പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിന്റെ ഒരു പകുതിയാകെ പരസ്യ പ്രചാരണത്തിന്റെ ആവേശം എല്ലാം പുറത്തെടുത്ത് ശക്തി പ്രകടനം നടത്തി കൊട്ടിക്കലാശം പൂർത്തിയാക്കി. തലസ്ഥാനമായ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ഒരൊറ്റ ദിവസത്തിന്റെ അകലം മാത്രമാണ്. എക്കാലവും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സാമ്പിൾ വെടിക്കെട്ടാകാറുള്ള തദ്ദേശ പോരിനെ വളരെ അഭിമാന പോരാട്ടമായാണ് മുന്നണികൾ കണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ ഇടതുമുന്നണിക്ക് വീണുകിട്ടിയ വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾ. അവിടെ കോൺഗ്രസ് ഒന്ന് പകച്ചെങ്കിലും സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റും കോടതി നടപടികളും പ്രതിപക്ഷം സംസ്ഥാനമാകെ ചർച്ചയാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ മുന്നേറ്റം തുടരാമെന്ന പ്രതീക്ഷയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി പ്രചാരണം തുടങ്ങിയ ബിജെപിക്ക് തിരുവനന്തപുരത്തെ ബിജെപി പ്രവർത്തകരുടെ ആത്മഹത്യകൾ പ്രതിസന്ധിയായി. തദ്ദേശത്തിലെ മേൽക്കൈ നിലനിർത്താനാകുമോ LDFന്? UDFന്റെ തിരിച്ചുവരവിന് തുടക്കമിടുമോ ഈ തിരഞ്ഞെടുപ്പ്? കരുത്തു കാട്ടുമോ NDA? നമ്മൾ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ചർച്ചയിൽ ഇലക്ഷൻ ഹെറാൾഡിൽ ഇന്ന് നമുക്കൊപ്പം അതിഥികളായിട്ടുള്ളത് CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധിയായി KPCC വൈസ് പ്രസിഡന്റ് M ലിജു, BJP പ്രതിനിധി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ V മനു പ്രസാദ് എന്നിവരാണ്. 3 പേർക്കും സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. ആദ്യം സർക്കാരിന്റെ ഭരണമുന്നണിയുടെ അഭിപ്രായത്തിൽ നിന്നും തുടങ്ങാം, പ്രതികരണങ്ങളിൽ നിന്നും തുടങ്ങാം നമുക്ക് ഇന്നത്തെ ഇലക്ഷൻ ഹെറാൾഡ്. ശ്രീ അരുൺകുമാർ, അങ്ങനെ ഒരു മാസം നീണ്ടുനിന്ന ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒക്കെയും പൂർത്തിയായി കഴിഞ്ഞു. ആവേശോജ്വലമായ കലാശക്കൊട്ട് നടന്നു. പറഞ്ഞതുപോലെ തന്നെ CPIMന് കഴിഞ്ഞ 9.5 വർഷം ഭരിച്ചതിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. ഭരിച്ചതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയും ജനങ്ങളിൽ പറഞ്ഞെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പം ഇന്നത്തെ ദിവസം കൊട്ടിക്കലാശമാണ്. എല്ലാം കളറായി തന്നെ കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്തു. പക്ഷേ ഈ അവസാന നിമിഷവും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. ശ്രീ അരുൺകുമാർ, ഏതായാലും വീട് വീടാന്തരം കയറി വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഞ്ചായത്ത് കൺവെൻഷൻ മുതൽ വാർഡ് കൺവെൻഷൻ, കുടുംബ യോഗങ്ങൾ, അതുപോലെ വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള ക്യാമ്പയിനുകൾ, ഇപ്പോൾ അവസാനം റാലി, പൊതുസമ്മേളനങ്ങൾ, ഇന്ന് കലാശക്കൊട്ട് വരെ ഞങ്ങൾ 3 തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഒന്ന്, പശ്ചാത്തല വികസന രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ. ആ മാറ്റത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഉദാഹരണ സഹിതം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ 5 വർഷത്തെ സർക്കാരായിരുന്നു. ദേശീയപാത ഒരിക്കലും ഇനി കേരളത്തിൽ വരില്ലെന്ന് പറഞ്ഞ് ദേശീയപാത ഉപേക്ഷിച്ചതായിട്ട് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. ഓഫീസ് പൂട്ടി, ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസുകളെല്ലാം പൂട്ടി, അതോറിറ്റി തിരിച്ചു പോയിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചതായിട്ട് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു, അതും ഉപേക്ഷിച്ചു പോയി. വിഴിഞ്ഞമടക്കം കല്ലു മാത്രം ഇട്ട് പോയ UDFന്റെ ഭരണസമിതി നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ആ ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവന്നു. 5580 കോടി രൂപ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നെടുത്ത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു. കല്ലിട്ട് പോയ നിരവധി പദ്ധതികൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. അതിന്റെ ഭാഗമായി പശ്ചാത്തല വികസന രംഗത്ത് വന്ന മാറ്റം കേരളത്തിന്റെ വികസനത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു വലിയ സാഹചര്യം ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. രണ്ടാമത്, സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ വെറും 600 രൂപയായിരുന്നു. അത് 32 ലക്ഷം പേർക്കാണ് അന്ന് അനുവദിച്ചിരുന്നത്. അത് 18 മാസം കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക കൃത്യമായി വിതരണം ചെയ്ത് 1000 രൂപയാക്കി മാറ്റി, പിന്നീട് 1600 ആക്കി മാറ്റി, ഇപ്പോൾ 2000 രൂപയാക്കി മാറ്റി. ഇന്ന് 64 ലക്ഷം പേർക്ക് 2000 രൂപ വീതം സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് പെൻഷൻ, ആ വീട്ടമ്മമാർക്ക് പെൻഷൻ 33.5 ലക്ഷം വരുന്ന വീട്ടമ്മമാർ 36 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു. 5 ലക്ഷം യുവജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഏത് വർക്ക് ടു കണക്ട്, പഠനം കഴിഞ്ഞ് ജോലി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക്. അപ്പോൾ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി, അതിൽ 18 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 2.25 കോടി. ആ 2.25 കോടിയിൽ 1,05,00,000 പേർ ഗവൺമെന്റിന്റെ ശ്രദ്ധ, കരുതൽ, അതുപോലെ പെൻഷൻ, വലിയ സ്റ്റൈഫൻഡ് വാങ്ങിക്കുന്നവരായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, AI ക്യാമറ, K-ഫോൺ, അത് സ്കൂളുകൾ 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്. ആരോഗ്യരംഗത്ത് നിരവധി പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ, മൾട്ടിനാഷണൽ ഹോട്ടലുകളെ വരെ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും, നിരവധി ബൈപ്പാസുകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, അങ്ങനെ ഓരോ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ച് 91,000 കോടി രൂപയുടെ കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ്. ഇവ 3ഉം ഞങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോൾ 9.5 വർഷത്തിനിടയിൽ ഞങ്ങൾ 9 പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്തു. ആദ്യത്തെ പിണറായി സർക്കാർ 600 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ 580 കാര്യങ്ങളും പൂർത്തീകരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ 900 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്.
അതിൽ 739 കാര്യങ്ങൾ പൂർത്തീകരിച്ചതായി സത്യമാണ്. കാരണം ഈ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് സർക്കാർ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു. അതിന്റെ ഗുണമൊക്കെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാണ് ക്ഷേമ പെൻഷൻ അടക്കം കൂട്ടിയത്. അപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം നേരത്തെ ഒന്നും കൂടാതെ ഇലക്ഷന് തൊട്ട് മുൻപ് കൂട്ടിയതിന് പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ടെന്ന് പ്രതിപക്ഷം പറയുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ശരിയാണ്, അങ്ങ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശരിയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു പരിധിവരെ CPM-ന് ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത് മാത്രമായിരിക്കുമോ ശ്രീ അരുൺകുമാർ ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുക? കാരണം പണ്ടൊക്കെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന ആളുകൾ അവർക്ക് ഈ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെയും പ്രധാനപ്പെട്ട പരിഗണന കൊടുത്ത് പോയി വോട്ട് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. ആളുകളെല്ലാം കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നേ, ആളുകൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്നേ. ഇപ്പം നാട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാ ആൾക്കാരും ഓരോ വിവാദങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഈ ശബരിമല എന്ന് പറയുന്നത് ഈ എല്ലായിടങ്ങളിലെയും ഭക്തർ, ഇപ്പൊ കേരളത്തിലെ ഭക്തർ മാത്രമല്ല, ഉത്തരേന്ത്യയിലെയും ഒക്കെയും ഭക്തർ, എവിടെയുള്ള അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ നടത്താൻ വേണ്ടി ഭരണം ഏൽപ്പിച്ചിരുന്ന ദേവസ്വം ബോർഡ് അടക്കം പ്രതിക്കൂടി നിൽക്കുന്ന സാഹചര്യം. CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, ഇപ്പോഴത്തെയും ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പം ഈ വിഷയങ്ങൾ, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ സെൻസിറ്റീവാണ്. അപ്പം ആ വിഷയവും അതേപോലെ തന്നെ ഇപ്പം വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ തൊട്ട് മുൻപ് വരെ, ഇപ്പം ഈ എണ്ണവിലയൊക്കെ കുറഞ്ഞിട്ട് അധികം കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ. ഓണക്കാലത്തിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന വിലക്കയറ്റമൊക്കെയും ആളുകൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയതാണ്. ഇപ്പോഴും പച്ചക്കറി വിലയൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആശുപത്രികളുടെ കാര്യം വന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗം ഇടിഞ്ഞുകൂടെ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടൊക്കെ നമ്മുടെ കണ്ണിലുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും ആരും ചർച്ചയാക്കില്ല. വികസനം പറഞ്ഞ് ഈ മറ്റെല്ലാ കാര്യങ്ങളും വികസനത്തിൽ ഊന്നിയുള്ള ചർച്ച അത് ഫലം ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഈ അവസാന നിമിഷത്തിലും? ഇവിടെ ഏത് തരത്തിലും ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം 2-3 ദിവസമായി സേതുലക്ഷ്മി ശ്രദ്ധിച്ച് കാണും. സാധാരണ ഒരു 10-40 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിക്കും, പിന്നീടുള്ളൊരു 15-20 മിനിറ്റ് ചോദ്യം ചോദിക്കും. അതല്ലല്ലോ, ഇപ്പോൾ 5 മിനിറ്റ് പറയും മുഖ്യമന്ത്രി, 55 മിനിറ്റ് ചോദ്യം ചോദിക്കാം. ഏത് ചോദ്യവും ജനങ്ങൾക്ക് ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നമുക്കുണ്ട്. അതിദരിദ്ര സർവേ നടത്തി 4.5 വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായി അതിദരിദ്രരില്ലാത്ത നാടായിട്ട് നാടിനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ നാട് ഒറ്റക്കെട്ടായിട്ടല്ലേ അതിൻ്റെ പിന്നിൽ അണിനിരുന്നത്. അതുപോലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ എടുത്തു നോക്കി. ആദ്യം നിപ വൈറസ്, ഓഖി ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഈ ദുരന്തത്തെയെല്ലാം എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ അതിജീവിച്ചത്. ഇപ്പോൾ 530 വീടുകൾ ആ ചൂരൽമലയിൽ പണി തീരുകയാണ്. കൽപ്പറ്റ ടൗൺഷിപ്പ്, ആ വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട്, ഗവൺമെന്റിന്റെ വീട് വേണമെന്ന് ആഗ്രഹിച്ചവർ. പക്ഷെ കോൺഗ്രസ് അവിടെ 1000 വീട് പ്രഖ്യാപിച്ചു, പിന്നെ 500ആയി, 100ആയി. യൂത്ത് കോൺഗ്രസ് 30 വീടായി. 1 സെന്റ് സ്ഥലം പോലും വാങ്ങിച്ചില്ല, ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. നമുക്കറിയാം കോൺഗ്രസ് വീട് തരുമെന്ന് പ്രഖ്യാപിച്ച് ഗവൺമെന്റിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞവരെല്ലാം വഴിയാധാരമായി. ഇപ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതുകൊണ്ട് അന്വേഷണം അവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ അതിൽ പ്രതികളാണെന്ന് സംശയിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ട, ഒന്ന് മെല്ലപ്പോക്ക് വരട്ടെ എന്ന് ഗവൺമെന്റ് കഴിയില്ലല്ലോ. കാരണം ഇതിപ്പം ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ്. ഇടപെട്ടാൽ കോടതി കണ്ണുരുട്ടുമെന്ന കാര്യവും ഉറപ്പാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ M. ലിജു നമുക്കൊപ്പം ഉണ്ട്, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ ലിജു, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ്, ഞാനിപ്പോൾ കുറച്ചു മുൻപ് ശ്രീ അരുൺകുമാറിനോട് പറഞ്ഞതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വിഷയം നിയമസഭ കടക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് മുന്നേറുന്നു. ഇപ്പോൾ ഇന്ന് കൊട്ടിക്കലാശവും കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് തിരഞ്ഞെടുപ്പ് ശ്രീ ലിജു. കാരണം ഇപ്പോൾ കഴിഞ്ഞ 9-9.5 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളത് മുന്നണിയുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള ലക്ഷ്യവുമാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ പലയിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ മേയർ സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ച് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെയായിരുന്നു മുന്നണി. മാത്രമല്ല സർക്കാരിനെതിരായ കാര്യങ്ങളൊക്കെയും വ്യാപകമായ രീതിയിൽ ഫലപ്രദമായി ചർച്ച ചെയ്യാൻ മുന്നണിക്ക് കഴിയുകയും ചെയ്തു. അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ ഈ സീൻ ആകെ മാറി. കൂടുതൽ ഈ പല നേതാക്കളും ഇപ്പോൾ തുടക്കത്തിൽ തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നീട് പല നേതാക്കളും രാഹുലിനെ അനുകൂലിച്ചു. ഈ പ്രത്യേകിച്ച് A ഗ്രൂപ്പ് അടക്കം ഈ പുറത്താക്കുന്നതിന് എതിരെ ഒരു നിലപാടൊക്കെ എടുത്തു. അതൊക്കെ മുന്നണിക്ക് തിരിച്ചടിയായി എന്നൊരു തോന്നലുണ്ടോ? ഈ വിഷയത്തിൽ കുറച്ചും കൂടി പക്വമായി പാർട്ടിക്ക് നേരത്തെ പ്രതികരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ MLA സ്ഥാനം അടക്കം ഈ തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടുമുമ്പ്, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ MLA സ്ഥാനമൊക്കെ ഒന്ന് രാജിവെപ്പിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് തിരഞ്ഞെടുപ്പിൽ ഇടപെടാമെന്നും കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് പ്രചാരണം നടത്താമെന്നും ഒക്കെ കരുതുന്നുണ്ടോ മുന്നണി? ഇപ്പം അവസാന നിമിഷത്തെ പ്രതീക്ഷ എത്രത്തോളമാണ്? ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി ഒരു സമ്പൂർണ്ണ വിജയമാണ്, വലിയ തോതിലുള്ളൊരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് ഞാൻ ശ്രീ അരുൺകുമാറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു CPM-ൻ്റെ ഒരു ക്യാമ്പയിൻ എന്ന തരത്തിൽ
അർദ്ധസത്യങ്ങളും നുണകളും അല്ലെങ്കിൽ വസ്തുതകളല്ലാത്ത നുണകളെന്ന പദം ഞാൻ ഒഴിവാക്കുന്നു, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമാണ് അദ്ദേഹം സംസാരിച്ചത് തന്നെ. ഒന്ന്, ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പച്ച നുണയായിരുന്നു എന്നുള്ള കാര്യം നിയമസഭയിൽ ഉൾപ്പെടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. 2, VS അച്യുതാനന്ദൻ്റെ കാലത്തെ 200 രൂപ 250 രൂപ പെൻഷനെയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ കാലാനുസൃതമായി ഉയർത്തിക്കൊണ്ടുവന്ന് അത് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 1500 വരെ ആക്കിയത് എന്നുള്ള കാര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ അതൊക്കെ പച്ച നുണകളായി പറയുകയാണ്. വിഴിഞ്ഞത്തെ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റിനേക്കാൾ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളും അവസാനിച്ച് കരാർ ഒപ്പിട്ട് പണി തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് മാത്രം, ഈ കാലയളവിൽ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് മാത്രം അതിന് ഉദ്ഘാടന ചടങ്ങുകളിൽ അതിൽ അവസരം ലഭിച്ചു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന രീതിയിൽ പണം ചെലവഴിച്ചു എന്നതിനപ്പുറത്ത് ഒരു ക്ലെയിമും ഇല്ലാത്ത വിഴിഞ്ഞത്തെക്കുറിച്ചൊക്കെ ഇവരങ്ങ് അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച, പതിറ്റാണ്ടുകളോളം തടസ്സപ്പെടുത്തിയ ഒന്നിനെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം പൂർത്തീകരിച്ചപ്പോൾ അതിനൊക്കെ അവകാശവാദങ്ങൾ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വികസന പ്രവർത്തനം, എന്ത് വികസന പ്രവർത്തനം? ഇപ്പോൾ ദേശീയപാതയുടെയും ദേശീയപാതയുടെ കാര്യം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ? ദേശീയപാതയുടെ അക്വിസിഷൻ ആക്ട് 2013 മിനിമം കോമ്പൻസേഷൻ ആക്ട് പിന്നെ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് കൊണ്ട് ഒരു ഒബ്ലിഗേഷൻ എന്ന രീതിയിൽ നഷ്ടപരിഹാരം ലഭിക്കുക എന്നത് ഒരു പൗരൻ്റെ അവകാശമാക്കി മാറ്റിയത് തന്നെ 2013 ഇന്നത്തെ UPA സർക്കാർ പാസ്സാക്കിയ അക്വിസിഷൻ ആക്ടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ പുരോഗതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ എടുത്ത് 2-3 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വികസനത്തെ സംബന്ധിക്കുന്ന ഇവരുടെ അവകാശവാദങ്ങൾ കബളിപ്പിക്കലാണ്. അതോടൊപ്പം തന്നെ ഈ സമീപകാലത്ത് പ്രഖ്യാപിച്ച ഈ 9.25 വർഷക്കാലവുമായി പ്രഖ്യാപിക്കാൻ പറ്റാതെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് 1000 രൂപ പെൻഷൻ പ്രഖ്യാപിക്കുന്നതിലേക്ക് കാപട്യം, ഒരു ജനങ്ങൾ അത്ര വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടാണ് ഈ അവസാന നിമിഷം മാത്രം പ്രഖ്യാപിക്കുന്ന ഇത്തരം വാഗ്ദാന പെരുമഴകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കപ്പെടുമെന്ന് കരുതുന്നത് അങ്ങേറ്റം മൗഢ്യമാണ്. പെൻഷന് വേണ്ടിയുള്ള 6 മാസം പെൻഷൻ മുടക്കി, ക്ഷേമനിധി പെൻഷൻ എല്ലാം മുടക്കി, എന്നിട്ട് അവസാന ദിവസങ്ങളിൽ 200 രൂപ പെൻഷൻ വർധന ഉണ്ടായതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നത് തികച്ചും മൗഢ്യമാണ്. അപ്പോൾ ഒന്ന്, ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, വികസന രംഗത്തെ കപട വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ കാപട്യങ്ങൾ, ഭരണപരാജയം, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഡെവലപ്മെൻറ്റ് ഫ്രണ്ടിൽ ഒന്നാമത്തെ കാര്യം. 2, നമ്മുടെ ഈ സംസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ ഇവർ സൃഷ്ടിച്ചിരിക്കുന്ന ധാർമ്മിക പ്രതിസന്ധി. ശബരിമല പോലുള്ളിടത്ത് അതിൻ്റെ ചുമതല ഏൽപ്പിച്ച ദേവസ്വം മന്ത്രിമാരും ദേവസ്വം ബോർഡ് ചെയർമാൻമാരും അവിടെ നടത്തിയ കൊള്ള, ആരാധനാ വസ്തുക്കൾ കൊള്ളയടിച്ചു, സ്വർണം കൊള്ളയടിച്ചു, ദ്വാരപാലക വിഗ്രഹങ്ങൾ കൊള്ളയടിച്ചു, മറിച്ചു വിറ്റു. എന്നിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി ഇവരുടെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ജയിലിലടച്ചിട്ട് പോലും അവരെ പുറത്താക്കാൻ നടപടിയില്ല. ഒരു സംഘടനാപരമായ അച്ചടക്ക നടപടിയില്ല. ഇവരുടെ നേതാവായി എനിക്ക് തോന്നുന്നു CP ജയരാജനാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പാർട്ടി ജയിലുകളിലൂടെയാണ് വളർന്നതെന്നാണ്. ശരിയാണ്, നിങ്ങളുടെ പാർട്ടിയിൽ വിവിധമായ, ഞങ്ങൾക്കൊക്കെ ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിലും നിരവധി നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. K നയനാരും അല്ലെങ്കിൽ പണ്ട് തോപ്പിൽ ഫോസിയും P കൃഷ്ണപിള്ളയും EMS നമ്പൂതിരിപ്പാടും AK ഗോപാലനും ഒക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിന് അവർക്ക് അവരുടേതൊരു കോസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു കോസിന് വേണ്ടിയാണ് അവർ ജയിലിൽ കിടന്നത്. ഈ സ്വർണം മോഷ്ടിച്ച പത്മകുമാറും വാസുവും ജയിലിൽ കിടക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ അത്തരമൊരു കോസിന് വേണ്ടിയാണോ? ഈ നാടിനെ കൊള്ളയടിച്ചിട്ടല്ലേ? ഇവിടുത്തെ ഏറ്റവും പരിപാവനമായ ഒരു ആരാധനാലയത്തെ കൊള്ളയടിച്ച് ജയിലിൽ കിടന്നിട്ട് അവരെ ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് ഒരു CPM ഉണ്ടായിരിക്കുന്ന ധാർമ്മിക അപഭ്രംശം ഈ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ നിങ്ങളുടെ ധീരന്മാരായ പൂർവ്വസൂരികളുമായി പൂർവ്വ സഖാക്കളുമായിട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നേതൃത്വം താരതമ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കള്ളന്മാർ, അവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ അവരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വന്ന് നിങ്ങളുടെ കൂടുതൽ ഉന്നത നേതാക്കന്മാർ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് സംസ്ഥാന CPM നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. നിങ്ങളുടെ ധാർമ്മിക അപഭ്രംശം, നിങ്ങളുടെ കള്ളന്മാരായ നേതാക്കന്മാരെക്കുറിച്ച്, ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രസിഡന്റുമാരായിരുന്ന് മോഷണം നടത്തിയ മോഷ്ടാക്കളെക്കുറിച്ചുള്ള വിഷയങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. മൂന്നാമത്തെ കാര്യം, എന്നോട് ചോദിച്ച കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉയർന്നു വന്നു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തപ്പോഴാണ് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. രണ്ടാമതൊരു ആരോപണം ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് കിട്ടിയപ്പോൾ ഞങ്ങളത് സംസ്ഥാന പോലീസിന് കൈമാറി. ഇനി ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും കോൺഗ്രസ് പാർട്ടി. അങ്ങ് പറഞ്ഞതുപോലെ ഈ വികസനം സർക്കാരിനെതിരായ കാര്യങ്ങൾ ഒരു വശത്തുണ്ട്, ആളുകൾ ചർച്ച ചെയ്യും. ഓക്കെ, പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ അയാളെ പുറത്താക്കി. പക്ഷെ പുറത്താക്കിയതിനു ശേഷവും അയാൾ പാർട്ടിയിൽ കരുത്തനാകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തു. അതിനുശേഷം അവിടെയുള്ള പൊതുപരിപാടികൾ അദ്ദേഹം സജീവമാകുന്നത് നമ്മൾ കണ്ടു. പിന്നീടും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിൽ പുറത്താക്കിയത് തന്നെ എപ്പോഴാ? ഈ കോടതി ജാമ്യം നിഷേധിച്ച ഘട്ടത്തിലാണ്. അതിന്റെ തലേ ദിവസം ചെന്നിത്തലയെടുത്തും അതേപോലെ കെ മുരളീധരൻ മാത്രമാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ആ പറഞ്ഞ ആ ദിവസം തന്നെ ചെന്നിത്തലയോടും പ്രതിപക്ഷ നേതാവ് VD സതീശനോടും ഒക്കെ നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ കോടതി വിധി വരട്ടെ, അതിനുശേഷം നോക്കാം. എന്തിനാ സണ്ണി ജോസഫ് പോലും പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ നിങ്ങൾ ഈ സീറ്റ് നിർണയത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് പാർട്ടിയുടെ ഔദ്യോഗികമായ വേദികളിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. പാർട്ടിയുടെ ഒരു സംസ്ഥാനതല യോഗത്തിന് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. DCCയുടെ ഒരു നേതൃയോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു MLA എന്ന് പറഞ്ഞാൽ KPC നിർവാഹക സമിതി അംഗമാണ്. നിർവാഹക സമിതി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ആളുകളുടെ കൂടെ പ്രചരണത്തിന് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് സസ്പെൻഷനിലിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അയാളുടെ പ്രാദേശിക MLA എന്ന നിലയിൽ പങ്കെടുക്കുന്നതാണ്. അതല്ലാതെ ഞങ്ങൾ അയാളെ ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കരുത്തുറ്റ നേതാവാണെന്നും ഈ വിവാദങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും അദ്ദേഹത്തെ വീണ്ടും മുന്നണിയിൽ സജീവമാക്കിയാലും തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞത് പ്രാദേശിക നേതാവല്ല, K സുധാകരാണ്, മുൻ KPC അധ്യക്ഷൻ. അല്ല, ഞാൻ പറയട്ടെ, ഒന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അപ്പം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, രാഹുൽ മാങ്കൂട്ടത്തിന് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഒരു MLA എന്ന് ലഭിക്കേണ്ട ഒരു പ്രിവിലേജും ഞങ്ങളുടെ പാർട്ടി ലഭിച്ചില്ല. പിന്നെ നേതാക്കന്മാർ പലരും അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചില കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പലപ്പോഴും പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ പാർട്ടിയുടെ തീരുമാനമാണ് എപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. ഇപ്പോൾ GP ജയരാജൻ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. MV ഗോവിന്ദൻ RSSുമായുള്ള ബാന്ധവത്തെ സംബന്ധിച്ച് കേരളത്തിലൊരു പ്രമുഖമായ മാധ്യമത്തിൻ്റെ മുമ്പിൽ വെച്ച് CPMന് വേണ്ടി പറഞ്ഞത് 77 ഞങ്ങൾ RSSുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ പാർട്ടി ഔദ്യോഗികമായിട്ട് അതിന് മറുപടി പറഞ്ഞു. എന്താണ്? CPMന് അങ്ങനൊരു ബന്ധമില്ല. ഏതാണ് പ്രിവെയിൽ ചെയ്യുന്നത്? ഔദ്യോഗികമായി പാർട്ടി പറഞ്ഞ കാര്യം. അപ്പം ഞങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കന്മാർ പല സാഹചര്യങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അതല്ലല്ലോ പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടിയുടെ അഭിപ്രായം വളരെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു വേദികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നേരെ ഗുരുതരമായ അടുത്ത ആരോപണം വന്നപ്പോൾ ഒരു പാർട്ടി, ഇപ്പം CPMൻ്റെ പാർട്ടി ഓഫീസിൽ എത്ര പരാതികൾ പൊടി പിടിച്ച് കിടന്നിട്ടുണ്ട്? P ശശിക്ക് നേരെ ഒരു കൊടുത്ത പരാതി ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പാലക്കാട് എനിക്കറിയില്ല, തീവ്രത കുറഞ്ഞതും തീവ്രത കൂടിയതും എന്നൊക്കെ പറഞ്ഞ് പരാമർശങ്ങൾ ഉയർന്നു വന്ന ഒരു പരാതി DYFIയുടെ ഒരു വനിതാ നേതാവ് പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർക്കെതിരെ കൊടുത്തതാണ്. ആ പരാതി പാർട്ടി കമ്മീഷൻ അന്വേഷിച്ചതല്ലാതെ ആ പരാതി പോലീസിന് ഫോർവേഡ് ചെയ്യപ്പെട്ടോ? പാർട്ടി എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് കോടതിയുണ്ട്, അന്വേഷിക്കാൻ സംവിധാനമുണ്ട്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പാകെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ആ പാർട്ടി നേതാക്കന്മാർക്കെതിരെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീപീഡന പരാതി പോലീസിന് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായി. കേരളത്തിലൊരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെട്ടു. വ്യക്തമാണ് അങ്ങ് പറയുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ മറ്റു പാർട്ടികളിലും ഇതിനു മുൻപ് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പല നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ പോലെ ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണം. ഇത് ഡസൻ കണക്കിന് ആളുകളാണ്. ഇനിയും പരാതി പറയാൻ ഒരുപാട് പേര് ഉണ്ടാകുമായിരിക്കും, ഇല്ലായിരിക്കും, അറിയില്ല. പക്ഷേ എങ്കിലും സമാനത നമ്മൾ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത പരാതി പ്രളയമായിരുന്നു ആ MLAക്കെതിരെ വന്നത്. അത് ആ ഒരു ഘടകം കൂടി ഉണ്ട്. ഇപ്പോൾ പരാതി നമ്മൾ ഡയറക്റ്റ് പോലീസിന് കൈമാറി, DGP കൈമാറി എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരാം. കൂട്ടിച്ചേർക്കാനുണ്ടോ അങ്ങേക്ക്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത പരാതി പ്രവാഹമുണ്ട് വന്നു എന്നൊരു അഭ്യൂഹം നിലവിലിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ 2 പരാതികളാണ് നിലവിൽ ഇപ്പോൾ കേരള സമൂഹത്തിന് മുമ്പിലുള്ളത്. ഒന്നത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു, കോടതിക്ക് മുമ്പാകെ നിൽക്കുന്ന കേസ്. രണ്ടാമത്തെ കേസ് ഞങ്ങളുടെ പാർട്ടിക്ക് മുമ്പാകെ വന്നു, ഞങ്ങളത് ഫോർവേഡ് ചെയ്തു. മറ്റ് പരാതികളുണ്ടെങ്കിലും എന്താണെങ്കിലും അതിനെക്കുറിച്ചൊന്നും ന്യായീകരിക്കേണ്ട കാര്യം ഞങ്ങളുടെ പാർട്ടിക്കില്ല. കാരണം ഇത്തരം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ ഡിസ്മിസ് ചെയ്തു പാർട്ടിയിൽ നിന്നും. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവുമില്ല.
യെസ്, വ്യക്തമാണ്. ശ്രീ എം ലിജു, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മനു പ്രസാദ്, ഇപ്പോ ഈ തദ്ദേശ ഇതേ സാഹചര്യം CPM പറയാൻ പറ്റുമോ? ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അരുൺകുമാറും ഉണ്ട്, മറുപടി നമുക്ക് ചോദിക്കാം, വരാം. ശ്രീ മനു പ്രസാദ്, ഇപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലെയല്ല, ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും BJPക്ക് കുറച്ചും കൂടി ഈ സ്വാധീനമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പ്രകടനമൊക്കെയും മെച്ചപ്പെടുത്തുമെങ്കിലും ഭരണത്തിലേക്ക് എത്താനും ഭരണം പിടിക്കാനൊന്നും ഇതുവരെ BJP കഴിഞ്ഞില്ല. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ഇപ്പോൾ പാലക്കാട് BJPക്കൊപ്പമാണ്, അതേപോലെ തന്നെ പന്തളം നഗരസഭ BJPക്കൊപ്പമാണ്. പലയിടങ്ങളിലും മുഖ്യ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്ന BJPയാണ്, തിരുവനന്തപുരത്ത് അടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് കുറച്ചും കൂടി കരുത്തും കുറച്ചും കൂടി ഈ പ്രചാരണത്തിനും അല്ലെങ്കിൽ കുറച്ചും കൂടി കരുത്ത് കാണിക്കാനും ഒക്കെ പറ്റിയ സമയമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്. മാത്രമല്ല, ഇപ്പം രണ്ട് മുന്നണികൾ, ഇപ്പം പ്രധാനപ്പെട്ട മുന്നണിയായ ഭരണപക്ഷവും പ്രതിപക്ഷവും നേരിടുന്ന പോലത്തെ പ്രതിസന്ധികളോ കാര്യങ്ങളോ ഒന്നും ഈ തിരഞ്ഞെടുപ്പിൽ BJPയെ വലുതായിട്ട് ബാധിക്കുന്നുമില്ല. പക്ഷേ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു നേതാവിൻ്റെ ആത്മഹത്യ സംഭവിച്ചു. അതും ഈ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ കണക്കാക്കാൻ വച്ചിരുന്ന ഒരു നേതാവാണ് ശ്രീ അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വന്നു. മറ്റൊരു നേതാവിൻ്റെ BJP തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു ആത്മഹത്യ, RSSനെതിരെയൊക്കെ ഒരു ആത്മഹത്യാ കുറിപ്പ് വന്നു. മറ്റൊരു സ്ഥാനാർത്ഥി ആത്മഹത്യാ ശ്രമം നടത്തി. അപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ നന്നായി പെർഫോം ചെയ്യാമായിരുന്ന ഒരു തിരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അവസാന ദിവസത്തെ പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നരേന്ദ്രമോദിജി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പിൻബലത്തിലാണ്. നമ്മുടെ ഈ രാജ്യത്ത് അഭ്യുതപൂർവമായ ഒരു വളർച്ചയാണ്, വികസന പ്രവർത്തനങ്ങളാണ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ പതിറ്റാണ്ടുകളോളം മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ ഭാഗമായി ആലപ്പുഴയിലെ ബൈപ്പാസിന് ഏതാണ്ട് 40 വർഷക്കാലത്തെ കല്ലിടലിൻ്റെ പാരമ്പര്യം പറയാനുണ്ടാവും. എന്നാൽ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം അത് പൂർത്തിയാവുന്ന സാഹചര്യമുണ്ടായി. ദേശീയപാത മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി വീട് നിർമ്മിച്ച് നൽകിയ പദ്ധതികൾ അത് ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കാൻ സംവിധാനമില്ലാതിരുന്ന ആളുകളുടെ വീട്ടിലേക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ ഭാഗമായി ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. അത് ഞങ്ങൾക്ക് ഗുണകരമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ, അതായത് മരുന്ന് വാങ്ങാൻ പണമില്ലാതിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് തുച്ഛമായ വിലയിൽ അവർക്ക് വേണ്ടപ്പെട്ട ആവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ പറയാനൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ജലദൗർലഭ്യം അനുഭവിച്ചിരുന്ന ജനങ്ങളുടെ വീടുകളിലേക്ക് പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുകളിലേക്ക് പദ്ധതി എത്തിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അത് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമായതാണ്. അതിൽ ഞങ്ങൾ അഭിമാന പുരസ്കാരം ജനങ്ങളെ അംഗീകരിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷ ഉളവാക്കുന്നു. അതിൽ മാത്രം അവസാനിക്കുന്നില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, അതായത് സാധാരണക്കാരായ കർഷകരായിട്ടുള്ള ജനങ്ങൾക്ക് മുടങ്ങാതെ എല്ലാ വർഷവും കുടിശ്ശികയില്ലാതെ 2000 രൂപ വെച്ച് വർഷം 6000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുന്നോട്ട് വച്ചിരിക്കുന്ന പദ്ധതി ഇന്ന് കേരളത്തിലെ ധാരാളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷയാണ്. അതിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ എല്ലാ പദ്ധതിയും അവതാരക അങ്ങയോട് എൻ്റെ ഒരു അഭ്യർത്ഥന, അവർ പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആ ക്ഷമ എന്നോട് കാണിക്കണം. ഞാൻ ഈ പറഞ്ഞ എല്ലാ പദ്ധതികളും കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് ലഭ്യമായ പദ്ധതികളെക്കുറിച്ചാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോ ഉത്തർപ്രദേശിലോ നൽകിയതിനെക്കുറിച്ചല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര കേരളത്തിൽ ഇല്ല എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പ്രധാനമന്ത്രി ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നങ്ങ് പറയുകയാണെങ്കിൽ കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ ഭാഗമായി ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ്. ഞാൻ അങ്ങയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അതാണ് തടസ്സപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ട് എന്നങ്ങ് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണാജനകമാണ്. അത് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇനിയും പറഞ്ഞാൽ തീരാത്തത്ര ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ, വികസന പ്രവർത്തനങ്ങളുടെ നരേന്ദ്രമോദിജി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ ഉൾപ്പെടെയുള്ളതാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വികസന കാഴ്ചപ്പാടോടുകൂടിയാണ്. അവിടെ തീർന്നില്ല. പതിറ്റാണ്ടുകളുടെ സ്വപ്നമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തെ ഈ രാജ്യത്ത്
അഭിമാനകരമായി നടപ്പിലാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഇടപെടലുകൾ എത്രമാത്രം വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദാനിയുമായി ചേർന്നിട്ട് ആ പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കുന്നതിന് അദ്ദേഹം എടുത്ത പ്രത്യേകമായ പരിഗണനയും എഫർട്ടും നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. എത്ര ആരോപണങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടി വന്നാലും തുറമുഖം അദാനിക്കെതിരായിട്ട് പ്രധാനമന്ത്രിക്കായിട്ട് ചേർത്ത് വെച്ചുള്ള ആരോപണങ്ങൾ കേരളത്തിലെമ്പാടും പ്രചരിപ്പിക്കുമ്പോഴും എന്നാൽ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് അനിവാര്യമാണ്, ധാരാളം തൊഴിൽ സാധ്യതകൾ, നമ്മളെ വാണിജ്യ വ്യാപാര സംവിധാനങ്ങൾ ഒക്കെ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടപ്പിലാക്കിയ ഇടപെടലുകൾ ഇന്ന് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ആരോഗ്യ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചില്ല, ആരോഗ്യ മന്ത്രി എന്ന നിലയിലേക്ക് ഹോസ്പിറ്റലുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്കൂളുകളിലുള്ള അഡൽ ലാബുകൾ പോലുള്ള സ്റ്റിങ്കറിംഗ് ലാബ് പോലുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കി സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരും സംസ്ഥാന സർക്കാരും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതുപോലെ കേരളത്തിന് ലഭ്യമാകാവുന്ന പ്രധാനമന്ത്രിയുടെ PM കഴിഞ്ഞു. പക്ഷേ ഞാൻ ചോദിച്ചതിലേക്ക് അങ്ങ് ഇതുവരെ വന്നില്ല. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പലതുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും ഞാൻ പൂർത്തിയാക്കാം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത് അങ്ങ് തന്നെ ഇപ്പോൾ അംഗീകരിച്ചതുപോലെ രാജ്യത്തും കേരളത്തിലും ജനങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിജി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ശക്തമായ പിൻബലത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾക്ക് തല ഉയർത്തി പോയിട്ട് ജനങ്ങളോട് പറയാൻ പറ്റും, ഞങ്ങളുടെ MLA-മാർ ഒളിവിലല്ല ഒരു സ്ഥലത്തും, ഞങ്ങളുടെ പ്രതിനിധികൾ, ഞങ്ങളുടെ ആളുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും ഒരു MLA ആയി ജയിച്ച ഒരാൾ ഒളിവിലാണ്, മുൻ MLA-മാർ ജയിലിലാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങൾക്കില്ല. ഇനി ബാങ്കുകളുടെ കൊള്ളയെക്കുറിച്ച്, സഹകരണ ബാങ്കുകളുടെ കൊള്ളയെക്കുറിച്ചൊക്കെ ചർച്ച കൂടുതലായിട്ട് വന്നാൽ അതിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ മുന്നോട്ടുള്ള ചർച്ചയിൽ അത്തരം കാര്യങ്ങൾ വന്നാൽ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത്തരം ചർച്ചകൾ വന്നാൽ ആരാണ് കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ കൊള്ളയും അതുപോലെ തന്നെ പാർട്ടി ഓഫീസിനകത്തും വയനാടുമൊക്കെ സഹകരണ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ പേരിൽ പാർട്ടിക്കാർ ആത്മഹത്യ ചെയ്തതും ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPയെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കുമോ എന്ന് നോക്കുമ്പോൾ ചില കാര്യങ്ങളെ എടുത്തിടാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. അങ്ങ് പറഞ്ഞൊരു കാര്യം പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് പറയാം. അനിൽ ചേട്ടൻ നമുക്കെല്ലാവർക്കും വൈകാരികമായ ഒരു പ്രശ്നമാണ്. അനിൽ ചേട്ടൻ പിടിച്ച കൊടി, അനിൽ ചേട്ടൻ പ്രവർത്തിച്ച പ്രസ്ഥാനം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അദ്ദേഹം എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് അതിൻ്റെ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ അദ്ദേഹത്തിൻ്റെ മരണത്തെ ഇത്തരത്തിൽ വൈകാരികമായി ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാമെന്ന് തീരുമാനമെടുത്ത UDF-നും LDF-നുമുള്ള തിരിച്ചടിയായിരിക്കും കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ അത്ര വൈകാരികമായ ആവശ്യത്തെ ഇടപെട്ടുകൊണ്ട് സമീപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുമില്ല. ആ പ്രശ്നത്തിൽ അനിച്ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തെ ആത്മാഭിമാനമുള്ളതുകൊണ്ട്, അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ കള്ളം പറയാൻ പറ്റാത്തതുകൊണ്ട്, അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപത്തിനായി ഈ CPM ഭരണകൂടം ജയിലിലടയ്ക്കുമെന്നുള്ള സാഹചര്യം, ഇല്ലാ കഥകൾ ജയിലടയ്ക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വരുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു കള്ളനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ചില സംഭവങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നുമുണ്ട്. 3 അതിഥികളും തുടരും. ആത്മഹത്യാക്കുറിപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പ്രസ്ഥാനത്തെയോ ഒരു വരി പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറയുമോ എന്ന പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന് വേണ്ടി മാത്രം ഒരു മരണം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള തെറ്റായ സമീപനം സ്വീകരിക്കാൻ രണ്ടു കൂട്ടരും തയ്യാറാകുന്നു. ആ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർ ക്രൂരമായി മർദ്ദനത്തിന് ഇരകളായതും അങ്ങുൾപ്പെടെ കണ്ടിട്ടുണ്ടാകും. ശ്രീ അരുൺകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷേ അതിനു മുൻപ് ഞാൻ ശ്രീ ലിജുവിലേക്ക് പോകുകയാണ്. ലിജുവിലേക്ക്. ശ്രീ ലിജു, ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ അങ്ങേയും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സമസ്തയിൽ തന്നെ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദക്കാരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി മതവാദികളാണ് എന്ന് മുൻപ് സത്യവാങ്മൂലം നൽകിയത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ആ നിലപാട് കോൺഗ്രസ് ഇപ്പോൾ തിരുത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾക്ക്, മുഖ്യമന്ത്രി പറയുന്നതിനൊക്കെ എന്താണ് UDF-ന്റെ മറുപടി? ശ്രീ ലിജു. മുഖ്യമന്ത്രി ആദ്യം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു പത്രസമ്മേളനത്തിൽ, ഏത് ജില്ലയിലാണെന്ന് ഓർക്കുന്നില്ല, വീക്ഷണത്തിൻ്റെ റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് CPM-ൻ്റെ പൂർവ്വകാല ജമാഅത്തെ ഇസ്ലാമി ബന്ധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുകയാണ്. ഇവിടെ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഇപ്പോൾ എടുത്തിട്ട് അയച്ചു തരാം. മുഖപ്രസംഗം എഴുതി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM-ന് ലഭിച്ചതിൽ തുടർന്ന് മുഖപ്രസംഗം എഴുതി. എനിക്കറിയാവുന്ന പഞ്ചായത്തുകൾ, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി പഞ്ചായത്ത് CPM ഭരിച്ചുകൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ്.
അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്താണ് UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് പോലും ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചിരുന്നത്. മുൻപ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവരുടെ പരസ്യ പിന്തുണ എന്നത് പൂർണ്ണമായും LDF-നൊപ്പമായിരുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? നിഷേധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടാം. എത്രയത്ര തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ മുഖപത്രമായിരിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി അവരെ അഭിനന്ദിച്ചില്ലേ? എന്നിട്ടിപ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രത്തെ കുറ്റം പറയുന്നത് എന്ത് ധാർമ്മികമായ അവകാശമാണ് CPM-നുള്ളത്? ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മുഖമായിരിക്കുന്ന വെൽഫെയർ പാർട്ടിയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ ചിലപ്പോൾ അവരോട് മതന്യൂനപക്ഷങ്ങളോട് CPM പുലർത്തുന്ന നിലപാട്, അല്ലെങ്കിൽ CPM-ൻ്റെ പ്രഖ്യാപിതമായ RSS CPM കൂട്ടുകെട്ട്, അവരെ സംബന്ധിച്ച് അവർ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഉള്ളുന്നൊരു പാർട്ടിയാണല്ലോ. ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, CPM-ൻ്റെ രാജ്യസഭ MP ആയിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് മുൻകൈ എടുത്താണ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. അദ്ദേഹം പാലമാണെന്ന് പറഞ്ഞു. ഇവിടെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ആദ്യം യോഗി ആദിത്യനാഥിൻ്റെ ആശംസാ പ്രസംഗം വായിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദത്താത്രേയ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ വരുമ്പോൾ ADGP അജിത് കുമാർ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായിട്ടാണെന്നാണ് ആരോപണം. രഹസ്യ ചർച്ച. പിന്നീട് തൃശ്ശൂർ പൂരം കലങ്ങുന്നു. എന്നിട്ട് അജിത് കുമാർ DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. ഒരു നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ CPM-ൻ്റെ പ്രഖ്യാപിതമായിരിക്കുന്ന RSS CPM അച്ചുതണ്ട്, അല്ലെങ്കിൽ CJP എന്നിപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സഖ്യം, അത് കാരണം ന്യൂനപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നൊരു പാർട്ടി അവരോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് UDF-നെയാണ് ഞങ്ങൾ അതിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ആ തരത്തിൽ കണ്ടാൽ മതി. ഞങ്ങളവരുമായിട്ട് സഖ്യത്തിനൊന്നും അല്ലല്ലോ. അവർ ഞങ്ങളെ മുൻകാലങ്ങളിൽ അവർ CPM-നെ എങ്ങനെയാണോ പിന്തുണച്ചത് അതുപോലെ ഞങ്ങളെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നു. ആ തരത്തിൽ മാത്രം കണ്ടാൽ മതി. ശരി, വ്യക്തമാണ്. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ശ്രീ M. ലിജു പറഞ്ഞത് അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങ് കേട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി അങ്ങോട്ട് പോയി കണ്ടതും അവരിങ്ങോട്ട് വന്നതും ഒക്കെ കണ്ടു. അപ്പോൾ നീക്കുപോക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇനി പറയാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങിപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയോട് പറഞ്ഞു വ്യക്തമാണെന്ന്. അത് വ്യക്തമല്ല. അങ്ങ് ചോദിച്ച ചോദ്യം എന്താ? 2014 കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഗവൺമെൻറ് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ആ സത്യവാങ്മൂലത്തിൽ രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അംഗീകരിക്കാത്ത മത തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമായി. അതോടൊപ്പം തന്നെ 1957 ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങൾ ഞങ്ങൾ നിരോധിക്കാൻ പോവുകയാണെന്നും ഇതേ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കൊടുത്ത അഫിഡവിറ്റ്, ആ അഫിഡവിറ്റ് അങ്ങനെ നിൽക്കുമ്പോഴാണ് 2019 മുതൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഹകരിക്കാറുണ്ട് എന്ന് VD സതീശൻ പത്രസമ്മേളനത്തിൽ അംഗീകരിക്കുന്നത്. VD സതീശൻ തന്നെ ചോദിക്കുന്നു, മതരാഷ്ട്ര നിർമ്മിതിയിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്നോക്കം പോയോ? അങ്ങനെ പിന്നോക്കം പോയി എന്ന് അദ്ദേഹം സമർപ്പിക്കുന്നു. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പറയുന്നു, ഞങ്ങളുടെ ഒരു തിയറിയിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല, 57 ഭരണഘടനയിൽ ഉറച്ചു നിൽക്കുന്നു, മതരാഷ്ട്ര നിർമ്മാണം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ ഞാൻ മറ്റൊരു ചാനലിൻ്റെ ചർച്ചയിൽ നിന്നാണ് വരുന്നത്. അതിലെ കോൺഗ്രസ് പ്രതിനിധി ലീഗ് പ്രതിനിധിയും പറഞ്ഞത് ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്ക് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായിട്ട് കോൺഗ്രസും UDF-ഉം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുക ചെയ്തത്. എന്താ ഈ പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്ക്? ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാം, ഞങ്ങളില്ലാത്തടത്ത് ഇങ്ങോട്ട് സഹായിക്കാം. അതായത് UDF എന്ന രൂപത്തിൽ തന്നെയാണ് മത്സരം. ഇത് താങ്കൾ ചോദിച്ച ചോദ്യം 2014 അഫിഡവിറ്റിൽ നിന്ന് പുറകോട്ട് പോകാൻ കാരണം എന്താണ്? മതരാഷ്ട്ര നിർമ്മിതിയിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി എന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണെന്നല്ലേ ചോദിച്ച്? അതിന് ഉത്തരം പറയാതെ അദ്ദേഹം കുറെ തെന്നി മാറി പോയപ്പോഴാണ് ഉത്തരം കറക്റ്റ് ആണെന്ന് താങ്കൾ പറഞ്ഞത്. നിലപാട് തിരുത്തിയോ ഇല്ലെന്ന് അദ്ദേഹം പറയുമെന്ന് തോന്നുന്നു. ഞാൻ പറയാം. ഒന്ന്, എനിക്ക് അരുൺകുമാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഞങ്ങൾ 2014 അഫിഡവിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ അഫിഡവിറ്റ് കൊടുക്കുന്ന സമയത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾക്കാണ്. ദേശാഭിമാനി എന്ന് പറയുന്ന നിങ്ങളുടെ പത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ അഭിനന്ദിച്ചുകൊണ്ട് കാലികമായ തീരുമാനം എന്ന് പറഞ്ഞ് മുഖപ്രസംഗം എഴുതി. അപ്പം നിങ്ങൾ അന്ന് ഞങ്ങളെടുത്ത അന്നത്തെ ഞങ്ങളുടെ നിലപാട് കോടതി കൊടുക്കുന്നല്ലേ പറയുന്നത്? അന്ന് നിങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പരസ്യമായ പിന്തുണകൾ സ്വീകരിച്ചു? എന്തുകൊണ്ട് നിങ്ങളുടെ മുഖപത്രമായിരിക്കുന്ന ദേശാഭിമാനി അത്തരമൊരു മുഖപ്രസംഗം എഴുതി? ഇന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാത്തതിലുള്ള കൊതിക്കറ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വിരോധം അല്ലേ ഇന്ന് ആ പ്രസ്ഥാനത്തിനെതിരെ നിങ്ങൾ നിലപാട് തിരുത്തിയോ എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയട്ടെന്ന്.
ഞാൻ പറയട്ടെന്ന് ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ലോക്കസ് സ്റ്റാൻഡ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇവർക്കൊരു ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുണ്ടോ? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമുക്കറിയാം ഗവൺമെന്റുകളുടെ സാധനങ്ങൾ എല്ലായിടത്തും, ഞാനൊന്ന് പറയട്ടെന്നേ, ഞാൻ പൂർത്തീകരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നേ, അതുകൂടെ മറുപടി പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം, എന്റെ സമയമാണ്. ശ്രീ അരുൺകുമാറിന്റെ സമയമായിരുന്നു ശ്രീ ലിജു, അങ്ങേക്ക് ഒരു മറുപടി പറയാൻ വേണ്ടി തന്നെയാണ്. അല്ല, ഞാൻ മറുപടി പറഞ്ഞപ്പോ ചില കാര്യങ്ങളോട് ആഡ് ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് മറുപടി പറഞ്ഞാൽ പോരെ? ഏതേ ഉള്ളൂ. ശരി, അതായിരിക്കും നല്ലത്. അദ്ദേഹം ചോദിക്കാനുള്ള പറഞ്ഞോട്ടെ, ഞാൻ ഇടയ്ക്ക് ശല്യപ്പെടുത്തുകയല്ല. അല്ല, അങ്ങയുടെ സമയത്ത് പറഞ്ഞോ, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ അവസരം നൽകിയാൽ ഞാൻ മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി പറയാം. ഈ ചർച്ച 9 മണി എന്നുള്ളത് 10 മണിയാക്കിയാലും 11 മണിയാക്കിയാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം ഇതുവരെ ഞാൻ പറയുന്നേ, ജമാഅത്തെ ഇസ്ലാമി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ 57-ലെ ഭരണഘടനയിൽ ഉറച്ചു നിൽക്കുന്നു. മതരാഷ്ട്ര നിർമ്മാണം തന്നെയാണ് അവരുടെ ലക്ഷ്യം. കോൺഗ്രസ് ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റുന്നത്. എങ്ങനെ ഒരു സംഘടനയുടെ നിലപാട് മറ്റൊരു സംഘടനയ്ക്ക് മാറ്റാനും ഇങ്ങനെയൊക്കെയാണെന്ന് ചിത്രീകരിക്കാനും ബന്ധമുണ്ടാക്കാനും കഴിഞ്ഞു എന്ന ചോദ്യം ഇപ്പോഴും കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 ദിവസമായി മുഖാമുഖം പരിപാടിയിൽ ചോദിക്കുന്നത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇദ്ദേഹം പറഞ്ഞല്ലോ ദേശാഭിമാനി എഡിറ്റോറിയൽ. ഞാൻ വായിക്കാമോ എഡിറ്റോറിയലിൽ ഒരു വാചകം? ലോകത്തെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നു മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതാണ് ഞങ്ങളുടെ നിലപാട്. 87 വരെ അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല. 94-ൽ അവർ മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നു. അവരെന്താ പറഞ്ഞ നിലപാട്? ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും, ഞങ്ങൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. അതിനുശേഷം അങ്ങനെ അവർ നിലപാട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ കാണണം എന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പലരും വരും. കാണണമെന്ന് പറഞ്ഞാൽ ആതിഥ്യ മര്യാദയോടെ തന്നെ വരാൻ പറയും. വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇവരാണ് സോളിഡാരിറ്റിയുടെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ഇവർ രാജ്യവിരുദ്ധരല്ലേ എന്ന് നേരെ മുഖത്തു നോക്കി ചോദിച്ചു എന്നും അവർ ആ മീറ്റിംഗ് കഴിഞ്ഞ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഒരു അവരുടേതായിട്ടുള്ള ഒരു സഹായവും തേടിയിട്ടില്ല. അവർ കൃത്യമായി സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്തു എന്നൊക്കെ അവർ ചില നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ എഡിറ്റോറിയലിൽ വ്യക്തമാണ് ജമാഅത്തെ ഇസ്ലാമി ആരാണ് എന്താണ്. ഇപ്പോൾ ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആ പ്രഖ്യാപനത്തിന് മുമ്പ് ഏറ്റവും ആദ്യം പ്രകടനം നടത്തിയത് ആരാണെന്നറിയോ? ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ പ്രകടനം പോയത് UDFന്റെ ഓഫീസിലേക്കാണ്. ശ്രീ ബഹുമാന്യനായ M. ലിജു അടക്കം തെരഞ്ഞെടുപ്പ് ചുമതലയായിട്ട് അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളൊക്കെ അവിടെ വെച്ച് കാണാറുമുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടതല്ലേ ഈ രീതി. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ LDFനെ നേരിടാൻ, വിജയിക്കാൻ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഒറ്റ മിനിറ്റ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഇനി ഈ കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും വർഗീയ ശക്തികൾ, ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയില്ലാതെ UDFന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് വ്യക്തം. ഇപ്പോൾ ബഹുമാനപ്പെട്ട M. ലിജു ആദ്യം പറഞ്ഞല്ലോ, ഭരണവിടുത്ത വികാരം, ഇത് അന്വേഷണം. ഇതിലും വലിയ അന്വേഷണമായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരു, ഖുറാന്റെ ഉള്ളിൽ സ്വർണം, ലൈഫ് അഴിമതി എന്നൊക്കെ പറഞ്ഞ് CBI, NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ് എല്ലാം കേരളത്തിലുണ്ടായിരുന്നു. 2020 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 16 റിസൾട്ട് വന്നപ്പോൾ എന്താ? ഈ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. സേതുലക്ഷ്മിക്ക് അറിയാമായിരിക്കും. ആരാണോ കേരളം ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്യും എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനിൽ 5 LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 11 LDF, 941 ഗ്രാമപഞ്ചായത്തിൽ 601 ഗ്രാമപഞ്ചായത്ത് LDF, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ എല്ലാവരും ഞങ്ങളെ എതിർത്തപ്പോൾ, വലിയ ഭരണവിരുദ്ധ വികാരം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചു. അതിലും വലിയ മുന്നേറ്റം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കും. M. ലിജു, ഞാൻ അങ്ങയിലേക്ക് വരാം. മറുപടി വേണം. ശ്രീ അരുൺകുമാർ പറഞ്ഞതിനുള്ള മറുപടി വേണം. മാത്രമല്ല ഈ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വേണം. പക്ഷേ അതിന് മുൻപ് ശ്രീ മനു പ്രസാദിലേക്ക് പോവുകയാണ്. ശ്രീ മനു പ്രസാദ്, ഇപ്പം ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെയും അങ്ങയുടെ ശ്രദ്ധയിൽ വന്നു കാണും. ഇതിന് മറ്റ് നേതാക്കൾ പറഞ്ഞതും സമസ്തയ്ക്ക് ഇതിനോടുള്ള നിലപാടും ഒപ്പം CPIMന്റെയും UDFന്റെയും ഒക്കെ നിലപാട്, വാർത്തകളൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഈ വിഷയത്തെ BJP കാണുന്നത്? എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് കളത്തിൽ ഈ വിഷയം BJP ചർച്ചയാക്കുന്നുണ്ടോ?
അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം BJP മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. കേരളത്തിൻ്റെ വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDPയും ഒക്കെ ഇവരുടെ സഹായികളാണ്. ഇവർക്ക് രണ്ടുപേർക്കും അതിൽ നിന്ന് കൈകൊഴുകാൻ മാറി നിൽക്കാൻ സാധ്യമല്ല. പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവരൊക്കെ. ഇവരൊന്നും പരസ്യമായി തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, രഹസ്യമായിട്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അരുൺകുമാർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പാലക്കാട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ SDPയുടെ പ്രകടനം ഉണ്ടായിട്ടുണ്ട്. അരുൺകുമാർ പാലക്കാട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി CPMന് വേണ്ടി ഉണ്ടാകുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പാലക്കാട് ഉണ്ടാകുമ്പോൾ ശിവൻകുട്ടിക്ക് വേണ്ടി നേമത്തുണ്ടായിട്ടുണ്ട്. അവർ പരസ്യമായി പിന്തുണ കൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി പരസ്യമായിട്ട് തന്നെ CPMനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരസ്യമായി തന്നെ സഹായിക്കാം. കാര്യം ഇവരെല്ലാവരും ഒരു മുന്നണിയുടെ ഭാഗമാണ്. തിരുവനന്തപുരത്ത് CPMനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാമെന്ന നിലയിൽ കോൺഗ്രസ് പോലും പല സ്ഥലത്തും പണിയെടുക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവരെല്ലാവരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പോസിറ്റീവായ ക്രിയാത്മകമായ രാഷ്ട്രീയത്തെ മുൻനിർത്തി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഈ തെരഞ്ഞെടുപ്പിൽ മാറാത്തത് മാറും. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകും, വികസനത്തിന് വേണ്ടി വോട്ട് നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവരുടെ കപട മതേതരത്വത്തെയും ഈ ജനങ്ങളെ ഇല്ലാതാക്കുന്ന കക്ഷി രാഷ്ട്രീയ ഭീകരവാദ കൂട്ടുകത്തിനെയും ജനം തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ തരത്തിലാണ് ഞങ്ങൾ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ശ്രീ മനുപ്രസാദ്, വ്യക്തമാണ് ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, രണ്ടല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. ഇന്ത്യ മുന്നണി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർ പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. വ്യക്തമാണ്. ശരി, ശ്രീ എം ലിജു, ഇപ്പം 1996 ജമാഅത്തെ ഇസ്ലാമി CPIMന് വോട്ട് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ വോട്ട് ചെയ്തത് കോൺഗ്രസിനുള്ള പ്രതിഷേധ വോട്ടാണെന്ന് CPIM തന്നെ പറയുന്നുണ്ട്. 92 കോൺഗ്രസ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ബഹിഷ്കരിച്ചതിനുള്ള പ്രതിഷേധ സൂചകമായാണ് അന്ന് വോട്ട് ചെയ്തതെന്ന് പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ എത്ര കണ്ട് നിലനിൽക്കും? ഒപ്പം അരുൺകുമാർ പറഞ്ഞതിനുള്ള മറുപടി കൂടി. ഒന്ന്, ഈ സമീപകാല തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും, ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് 96 മാത്രമല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരസ്യ പിന്തുണ ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ മുഖം, വെൽഫെയർ പാർട്ടി പിന്നീടാണ് രൂപീകരിച്ചെന്ന് തോന്നുന്നു, അവരുടെ രാഷ്ട്രീയ മുഖമായിരുന്നു വെൽഫെയർ പാർട്ടി നൽകിയിട്ടുള്ളത് CPMനാണ്. ഇപ്പോൾ സമീപകാലത്തെ ഇവരുടെ ഈ RSS CPM ബന്ധം കാരണമാണ് അവരുടെ നിലപാടുകളിൽ മാറ്റമുണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്നൊരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് അങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ മുഖപ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. അരുൺകുമാർ സന്ദർഭത്തിൽ നടത്തി സംസാരിക്കാതെ, അരുൺകുമാറെ, നിങ്ങളുടെ ദേശാഭിമാനി മുഖപ്രസംഗത്തിൻ്റെ ഹെഡിങ് എന്താണ്? നിങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണയ്ക്കുമെന്നല്ല അന്ന് വെൽഫെയർ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത്. ഇടതുപക്ഷത്തെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും പിന്തുണ ഉണ്ടായിരുന്നില്ല. അതവരുടെ സ്ഥിര നിലപാടായിരുന്നു. ഇപ്പോൾ അപ്പം ഞാൻ ചോദിക്കുന്നൊരു പ്രസക്തമായ കാര്യം, മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രിൻസിപ്പിൾ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പരസ്യ പിന്തുണ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞല്ലേ മുഖപ്രസംഗം എഴുതേണ്ടത്? കാരണം മതവാദികളായ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നൊരു പാർട്ടിയെ മുഖപ്രസംഗം എഴുതി അഭിനന്ദിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ന്യായീകരണം എന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ എതിർക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്യും. രണ്ട്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അജണ്ട എന്നത് ഹിന്ദുത്വ അല്ല. ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഹിന്ദുത്വ അജണ്ടയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ലക്ഷ്യം. ഇത്തവണ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇലക്ഷൻ അജണ്ട എന്നത് ഹിന്ദുത്വ അജണ്ടയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ CPM ജില്ലാ സെക്രട്ടറി പാലത്തായി കേസിലെ പ്രതിയെ ചൂണ്ടിക്കാണിച്ച് ആ പ്രതിയുടെ മതം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് പരസ്യമായിട്ടുള്ളല്ലോ, പരസ്യമായി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇന്ത്യ സഖ്യം നിങ്ങൾ പിരിച്ചുവിട്ടോ? ഇന്ത്യ സഖ്യം ഉണ്ടല്ലോ, പരസ്യമായിട്ടുള്ള CPM, കോൺഗ്രസ്, ജമാഅത്ത് ഇസ്ലാമി, ഇതൊക്കെ പിരിച്ചുവിട്ടോ? ഇങ്ങനെയൊക്കെ ഒരു സഖ്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു നിമിഷം. ഒന്നാമത്തെ, ഇതാരാണ് ഈ മനുപ്രസാദ്? അല്ലേ മനുപ്രസാദ്, നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ, വസ്തുതകൾ മനസ്സിലാക്കുക നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, ഇന്ത്യ സഖ്യത്തിൽ വസ്തുതാവിരുദ്ധമായിട്ട് അല്ല, CPM ഉണ്ട്. അതുകൊണ്ട് സേതുലക്ഷ്മി, ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചർച്ച കാണുമ്പോൾ ഒരു നിമിഷം ഒന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ ഇരിക്കുന്ന സ്റ്റുഡിയോയിലൂടെ ടെലിവിഷനിൽ ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒന്ന്, ഇന്ത്യ സഖ്യം എന്താണെന്ന് നിങ്ങൾ
നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക. കാരണം അത് പരസ്യമായ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ശ്രീ മനുപ്രസാദ് സമയമില്ല, സമയം 9 മണി, നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിച്ചു. ഇനിയിപ്പം ഈ വിഷയത്തിൽ ശ്രീ അരുൺകുമാർ അങ്ങേക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ വസ്തുതകൾ പോലും അറിയാതെ സംസാരിക്കുന്നവരോട് എനിക്ക് മറുപടി പറയാനില്ല. ഇന്ത്യ സഖ്യത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട് എന്നും ഈ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുകയാണ്. ശ്രീ അരുൺകുമാർ, അതേപോലെ ശ്രീ നിജു, ശ്രീ മനുപ്രസാദ്, 3 പേർക്കും നന്ദി. ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. പക്ഷേ എങ്കിലും വിവാദങ്ങളൊന്നും വിട്ടൊഴിയുന്നില്ല, വിവാദങ്ങളൊന്നും അവസാനിക്കുന്നതിന് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അടുത്ത ദിവസം നാളെ നിശബ്ദ പ്രചാരണം, അത് കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ 3 മുന്നണികൾക്കും വിജയാശംസകൾ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ ഹെറാൾഡ് ഇവിടെ അവസാനിക്കുന്നു.